friends, welcome to my channel. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സെൻ ബൊട്ടാനിക്ക റെറ്റിനോൾ ഫേസ് സിറത്തിൻ്റെ റിവ്യൂ ആണ്. ഇതാണ് സെൻ ബൊട്ടാനിക്ക റെറ്റിനോൾ 2.5% പ്ലസ് വൈറ്റമിൻ ഇ പ്ലസ് ഹൈലൂറോണിക് ആസിഡ് ഉള്ള പ്രൊഫഷണൽ ഫേസ് സിറമാണിത്. ഇത് 20 ml ബോട്ടിലാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് 1799 റുപ്പീസ്. ഇത് ഡിസ്കൗണ്ടിലും കിട്ടുന്നതാണ്. ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ, പിന്നെ നൈക്ക, ഇതിൽ മൂന്നെണ്ണത്തിലും ഇത് അവൈലബിൾ ആണ്. സോ ഇത് ക്വൈറ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫേസ് സീറമാണ്. എസ്പെഷ്യലി റെറ്റിനോൾ ബേസ്ഡ് ഫേസ് സീറമിൽ ഇത് കുറച്ച് ടോപ്പ് വണ്ണാണ്, ബെസ്റ്റായിട്ടുള്ള ഒന്നാണ്. ഇതിൽ ഞാൻ പറയാൻ പോകുന്ന എൻ്റെ റിവ്യൂ ആണ്. ഞാനിത് 3 month കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണിത്. സോ ഇതിൽ ഞാൻ എൻ്റെ കംപ്ലീറ്റ് റിവ്യൂ എക്സ്പീരിയൻസ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാൻ പോവുകയാണ്. സോ ഇതാണ് ഇതിൻ്റെ പാക്കേജിങ്. ഇതിലൊരു നല്ല ഫ്ലോറൽ ഡിസൈനൊക്കെ ഉള്ള നല്ലൊരു പാക്കേജിങ്ങിലാണ് വരുന്നത്. സെൻ ബൊട്ടാനിക്ക കമ്പനിയുടെ ഒരുപാട് നല്ല സീറംസ്, ഓയിൽസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഓൺലൈനിൽ. സോ ഞാൻ കുറച്ചൊക്കെ അവരുടേത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഈ കമ്പനി സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് തോന്നിയത്. ഇവരുടെ പല പ്രോഡക്റ്റ്സും നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിൻ കോമ്പണൻസ് റെറ്റിനോൾ, ഹൈലൂറോണിക് ആസിഡ്, പിന്നെ വൈറ്റമിൻ ഇ ആണ്. റെറ്റിനോൾ എന്താണെന്ന് വെച്ചാൽ അത് വൈറ്റമിൻ എയുടെ ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഒരു രൂപമാണ്. അത് നമ്മുടെ സ്കിന്നിനെ ചെറുപ്പം നിലനിർത്താനും ചുളി വരാതെയും തൂങ്ങാതെയും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റായിട്ടുള്ള കോമ്പനൻ്റാണ്. ബെസ്റ്റ് ഫോർ ആൻറ്റി ഏജിങ്. നിങ്ങൾ ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ റെറ്റിനോൾ സീറംസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇഫ് യു ആർ അബോ 27 കഴിഞ്ഞതോ അല്ലെങ്കിൽ 30 കഴിഞ്ഞ ആൾക്കാരോ ആണെങ്കിൽ റെറ്റിനോളുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതിലുള്ളത് വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, പിന്നെ നിയാസിനാമൈഡ് ഉണ്ട്, അതായത് വൈറ്റമിൻ B3. പിന്നെ കുറച്ച് നല്ല ഓയിൽസും നാച്ചുറലായിട്ടുള്ള അലോവേറ ലീഫ് എക്സ്ട്രാക്ട്, ജോജോബ ഓയിൽ, പിന്നെ ഗോട്ടുകോല, ഗ്രീൻ ടീ, ഹോഴ്സ് ടെയിൽ, അങ്ങനത്തെ പല നല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസും ഓയിൽസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഹാർംഫുൾ കെമിക്കൽസ് ഒന്നും ഇല്ല എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്, ഈ കമ്പനി. ഇതിൻ്റെ പാക്കേജിൽ തന്നെ അത് ഇട്ടിട്ടുണ്ട് അവർ. ഇത് പ്രൈസ് 1799 റുപ്പീസാണിത്. പിന്നെ ഇത് വരുന്നത് ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു ഗ്ലാസ് ജാറിൽ പമ്പ് ഡിസ്പെൻസറോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. വളരെ നല്ലൊരു പാക്കേജിംഗ് ആണ്. ഈ പമ്പ് ഡിസ്പെൻസറിനും അവരൊരു ചെറിയൊരു ക്യാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈലൂറോണിക് ആസിഡും ഇതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഹൈലൂറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിന് വളരെ അത്യാവശ്യമായിട്ടുള്ളത് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ മാർദ്ദവം നിലനിർത്തും, അതായത് ഈർപ്പം നിലനിർത്തും. അതുവഴി നമ്മുടെ സ്കിന്ന് സ്ട്രോങ് ആയിട്ട്, അതായത് എല്ലുകളിൽ നമ്മുടെ മസിലും പേശികളും ഒക്കെ കറക്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ അതിൽ ഹൈലൂറോണിക് ആസിഡ് വേണം. അത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഏജ് കൂടുന്തോറും ഈ ഹൈലൂറോണിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു എന്നാണ് പറയുന്നത്. സോ അപ്പോൾ ഏജ് ആകുമ്പോൾ ഈ ഹൈലൂറോണിക് ആസിഡ് ഉള്ള സ്കിൻ സീറമോ ക്രീമോ ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് അതേപോലെ നന്നായിട്ട് ഫേമായിട്ട്, അതായത് സ്റ്റിഫായിട്ട് എലാസ്തികതയോടെ നിലനിർത്താൻ പറ്റുമെന്ന് പറയുന്നു. പിന്നെ വൈറ്റമിൻ ഇ നമുക്കൊക്കെ അറിയാം, നമ്മുടെ സ്കിന്നിനും മുടിക്കും നഖത്തിനും ഒക്കെ അത്യാവശ്യമായിട്ടുള്ളതാണ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം ഇതിനെ പറ്റിയിട്ട്. അതിനു മുമ്പ് ഇതിൻ്റെ സീറം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ കൺസിസ്റ്റൻസി അധികം വെള്ളം പോലെയും അല്ല, അധികം തിക്കായിട്ടുള്ളതുമല്ല. പക്ഷെ ഒരു നാച്ചുറലായിട്ടൊരു സീറം എങ്ങനെയാണോ അതുപോലെയാണ് ഉള്ളത്. ചെറിയൊരു മൈൽഡായിട്ട് ലൈറ്റ് യെല്ലോ കളറിലാണ് ഇരിക്കുന്നത്. ഞാനിത് ഏകദേശം കഴിയാറായി, ഈ ബോട്ടിൽ താഴെ എത്താറായി. ഞാൻ 3 മാസം ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്, ഇതേ പ്രോഡക്റ്റ്. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനിത് ദിവസവും രാത്രിയാണ് ഉപയോഗിക്കുന്നത്. രാത്രി ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം
മുഖം ഉണങ്ങിയിട്ട് ഇത് ഒരു 2 ഡ്രോപ്പ് എടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യും. ഓൾ ഓവർ ദ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ, ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ഏത് ക്രീമോ മോയ്സ്ചറൈസറോ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഉറപ്പായിട്ടും ഈ സീറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രീമോ ജെല്ലോ മോയ്സ്ചറൈസറോ നിങ്ങൾ ഉപയോഗിച്ചിരിക്കണം ഉറപ്പായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെറ്റിനോൾ, ഹൈലൂറോണിക് ആസിഡൊക്കെ നമ്മുടെ സ്കിൻ കുറച്ച് ഡ്രൈ ആക്കും. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സാധാരണ ക്രീം മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഓക്കെ, പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ കഴിയുന്നത് രാത്രി മാത്രം ഉപയോഗിക്കുക. എന്താണെന്ന് വെച്ചാൽ പകൽ ഇത് ഉപയോഗിച്ചാൽ റെറ്റിനോളിന് ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്നൊരു ഇത്, നമ്മൾ പകൽ വെയിലത്ത് പോകുമ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി ഓവർ സെൻസിറ്റീവ് ആയിരിക്കും, പെട്ടെന്ന് കറുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പകൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളൊരു സൺസ്ക്രീൻ അതിൻ്റെ മേലിൽ ഇടേണ്ടി വരും. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ രാത്രി മാത്രം ഉപയോഗിച്ചോളൂ, ഞാൻ ചെയ്യുന്നത് പോലെ. നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കാണാം. പിന്നെ ഒരുപാട് കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് കുറയ്ക്കും. പിന്നെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മുഖക്കുരു വരുന്നതൊക്കെ കുറച്ച് കുറഞ്ഞു ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഇങ്ങനത്തെ കുറച്ച് നല്ല ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരാഴ്ച ഒരു വ്യത്യാസവും കണ്ടില്ല, പിന്നെ മെല്ലെ കുറച്ച് ഡിഫറൻസ് ഒക്കെ കാണിക്കാൻ തുടങ്ങി. സോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് റെറ്റിനോൾ എന്നുള്ളത് എത്ര നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് സ്കിൻ കെയറിലെന്ന്. പിന്നെ കഴിവതും നിങ്ങൾ അബോവ് 25 ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. അതിന് മുമ്പേ റെറ്റിനോളിൻ്റെ ആവശ്യമില്ല ശരിക്കും അതിലും ചെറിയ ഏജ് ആണെങ്കിൽ. ഒരു 25 മേലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ റെറ്റിനോൾ ഉപയോഗിച്ച് തുടങ്ങാം. ഇത് ആൻറ്റി ഏജിങ്ങിന് ഏറ്റവും നല്ല ബെസ്റ്റായിട്ട് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. സോ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.